ഇന്ന് സമൂഹത്തിൽ ഈ സോഷ്യൽ മീഡിയകൾ പ്രചരിച്ച ഏറ്റവും ഈ അധുനാധുന കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് പ്രിയമുള്ളവരെ. എന്ത് ന്യൂസ് തന്റെ ഫോണിലേക്ക് വന്നോ ഉടനെ സെൻഡ് ചെയ്തു. അത് അള്ളാന്റെ പേരിലാണെങ്കിലും റസൂലുള്ളാന്റെ പേരിലാണെങ്കിലും ദീനിന്റെ ഒരു മതവിധിയെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ എല്ലാവരും ഇന്ന് മുഫ്തിമാരാണ്. വാട്സാപ്പ് മുഫ്തിമാർ, ഫേസ്ബുക്ക് മുഫ്തിമാർ, എല്ലാവരും ഗവേഷകന്മാരാണ്, എല്ലാവരും ഉലമാക്കളാണ്, എല്ലാവരും മുജ്തഹിദുകളാണ്, എല്ലാവരും മറുപടി കൊടുക്കാൻ കഴിവുള്ളവരാണ്, എല്ലാവരും മതപണ്ഡിതന്മാരാണ്. കിട്ടുന്നത് മുഴുവനും മറുപടി പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ രൂപത്തിൽ എന്തും സമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുന്നവർ. ഇനിയിപ്പതാ റജബ് മാസം ഒരു മാസം കഴിഞ്ഞാൽ വരാൻ പോവുകയാണ്. ഇപ്പൊ ഇങ്ങനെ വരാൻ തുടങ്ങും ഓരോ കട്ടിങ്ങൾ. എന്താ റജബ് മാസത്തെക്കുറിച്ച് ആ മാസം വന്നിരിക്കുന്നു കണ്ടിരിക്കുന്നു എന്ന് ആദ്യമായി വിവരമറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. ആരാടോ ഇത് പറഞ്ഞത്? ഇതാര് പറഞ്ഞതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ എത്ര കളവുകളാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. സമൂഹം ഇന്നും അത് മതിയാക്കിയിട്ടില്ല. എന്ത് കിട്ടിയാലും പ്രചരിപ്പിക്കുക. ചിലപ്പോ വർഗീയ വിദ്വേഷം വളർത്തുന്ന ഒരു ന്യൂസായിരിക്കും ഒരുത്തൻ അയച്ചു തരുന്നത്. ആ മുസ്ലിമിനെതിരെയുള്ള എന്തോ ഒരു പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആവേശം മൂത്തിട്ട് ചോരത്തളപ്പിൽ മാപ്പിള അതാണ് സെൻഡ് ചെയ്യണം. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. ഒരു കാര്യം നടന്നിട്ട് പോലും ഉണ്ടാവില്ല. ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അതങ്ങ് അങ്ങോട്ട് സെൻഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് സമൂഹത്തിന്റെ ഇടയിൽ അത് പ്രചരിപ്പിച്ച് വലിയ രൂപത്തിലുള്ള സംഘർഷങ്ങൾക്കും അതുപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾക്കും ജനങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തിലേക്കുള്ള വഴി സുഗമമാക്കുകയാണ് എന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു ഫാസിഖ് നിങ്ങളുടെ അടുത്തൊരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയുന്നതിന്റെ മുമ്പ് നടപടിയെടുക്കരുത്. അങ്ങനെ നിങ്ങൾ നടപടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഖേദത്തിലായി പോകും.